തമിഴ്നാടിൻ്റെ ക്ഷേത്രനഗരമായ ചിദംബരം ഒളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ നടരാജ ക്ഷേത്രം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ കരുത്തുറ്റ ശിവക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നടരാജ വിഗ്രഹത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിക്കപ്പെടുന്ന തില്ലൈ നടരാജ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ചിദംബരത്തിന്റെ ആത്മാവാണ് തില്ലൈ നടരാജ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കഡ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം പുരാതനമായ ക്ഷേത്രങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസിദ്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വിശ്വാസികൾ കരുതുന്ന ചിദംബരം ക്ഷേത്രം എത്ര പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. നടരാജ ക്ഷേത്രമെന്ന് വിളിക്കപ്പെടുമ്പോഴും തില്ലൈ നടരാജ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഒരു കാലത്ത് തില്ലേ മരങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കാടായിരുന്നുവത്രേ ഇന്നത്തെ ക്ഷേത്രം നിലനിൽക്കുന്ന ഇടം. പതഞ്ജലി മഹർഷിയിൽ നിന്നും ചിദംബര രഹസ്യം അറിഞ്ഞതിനു ശേഷമാണ് വിശ്വകർമാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ പൂർണ്ണമായുമുള്ള നിർമ്മിതി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട്. അത്തരമൊരു ഐതിഹ്യമനുസരിച്ച് രണ്ട് മുനിമാർ, അതായത് പതഞ്ജലിയും വയാഗരപാതയും തപസ് ചെയ്യുകയും അതിന്റെ ഫലമായി അവർക്ക് മുന്നിൽ ശിവൻ ചിദംബരത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പാർവതീദേവിക്കും തന്റെ 3000 ഭൂതഗണങ്ങൾക്കും ഒപ്പമാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് തന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നീ 5 കഴിവുകൾ കാണിക്കുവാനായി ശിവൻ ആനന്ദ താണ്ഡവ നൃത്തം ഇവർക്ക് മുന്നിൽ ആടുകയാണ്. പിന്നീട് തന്റെ ഭൂതഗണങ്ങളോട് ഇവിടെ തന്നെ വാസമായി തെരഞ്ഞെടുക്കാനും നടരാജനായി തന്നെ ആരാധിക്കാനും പാർവതീദേവിയെ ശിവകാമി സുന്ദരിയായി ഒപ്പം ആരാധിക്കുവാനും ആവശ്യപ്പെടുന്നു. ഇന്ന് ക്ഷേത്രത്തിലുള്ള ദീക്ഷിതർമാർ ഈ ഭൂതഗണങ്ങളും പിൻഗാമികളുമാണെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. ശൈവ വിശ്വാസം അനുസരിച്ച് ഏറെ സവിശേഷതകൾ ചിദംബരം നടരാജ ക്ഷേത്രത്തിനുണ്ട്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ചിത് എന്നാൽ അറിവ് എന്നും ജ്ഞാനമെന്നും അമ്പരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥം. ചിദംബരം ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ ഇല്ലാത്ത ഒരു ശിവക്ഷേത്രം എന്ന ഖ്യാതി കൂടെയുണ്ട് ചിദംബരം ക്ഷേത്രത്തിന്. ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. ഇത് ചിദംബര രഹസ്യം എന്നറിയപ്പെടുന്നു. നടരാജ വിഗ്രഹത്തിനടുത്തായിട്ടാണ് ചിദംബര രഹസ്യം. തിരശീല കൊണ്ട് മറച്ച നിലയിലാണ് അതുള്ളത്. തിരശീല മാറ്റുമ്പോൾ കൂവളമാലയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സർവ്വവ്യാപിയായ ഈശ്വരനെ ശൂന്യമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. എവിടെയും ദൈവമുണ്ട് എന്നുള്ള സങ്കല്പത്തിന്റെ പുറത്താണ് ശൂന്യമായ സ്ഥലത്ത് കൂവളമാല ചാർത്തപ്പെടുന്നത്. ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ 3 രൂപങ്ങളിലാണ് നമുക്ക് ശിവനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. രൂപം, രൂപാരൂപം, അരൂപം എന്നീ 3 ദർശനങ്ങളാണ് ശിവൻ നമുക്ക് നൽകുന്നത്. നടരാജമൂർത്തിയെ ദർശിക്കുന്നതാണ് രൂപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന സ്ഫടികലിംഗത്തെ ദർശിക്കുന്നതാണ് രൂപാരൂപം എന്ന് പറയുന്നത്. അതേസമയം ശൂന്യതയെ ആരാധിക്കുന്ന ചിദംബര രഹസ്യത്തിലെ ദർശനമാണ് അരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിദംബരം ക്ഷേത്രത്തിന്റെ ദർശനം തെക്ക് ദിശയിലേക്കാണുള്ളത്. ക്ഷേത്രവിശ്വാസങ്ങൾ അനുസരിച്ച് കാലനെ അഥവാ മരണത്തെ ജയിച്ചവനായിട്ടാണ് ഇവിടുത്തെ ശിവനുള്ളത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ സ്വർണ്ണക്കൊടിമരവും തെക്കേ നടയിലാണുള്ളത്. ക്ഷേത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൃത്തവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശിവന്റെ ആനന്ദ നടനത്തിനുള്ള നടരാജമൂർത്തി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 108 നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. ചിദംബരം ക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ നാട്യാഞ്ജലി നൃത്തോത്സവമാണ്. എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ ഇവിടെ നാട്യാഞ്ജലി നൃത്തോത്സവം നടക്കുന്നു. നടരാജമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ നൃത്തം ചെയ്താൽ മതിയെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. മനുഷ്യ ശരീരവും ചിദംബര ക്ഷേത്രവും തമ്മിലൊരു ബന്ധമുണ്ട്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിലും മനുഷ്യ ശരീരത്തിന് നവദ്വാരങ്ങൾ ഉള്ളതുപോലെ ക്ഷേത്രത്തിന് 9 പ്രവേശന കവാടങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യൻ ശരാശരി ഒരു ദിവസം എടുക്കുന്ന ശ്വാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 21,600 ആണ്. ഇതേ കണക്കിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികളുടെ എണ്ണവും സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇന്നും ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ചിദംബരം ക്ഷേത്രം. 40 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 രാജഗോപുരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. 5 ചുറ്റമ്പലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രാജസഭ, നൃത്തസഭ, ദേവസഭ, കനകസഭ, ചിത്സഭ എന്നിവയാണവ. ഇതിൽ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിത്സഭയിലാണ്.